എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് ബന്ധങ്ങളിലെ ഊഷ്മളതയെ കൂട്ടാൻ, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ നമ്മൾ അനുഭവിച്ചു വരുന്ന ആ തീവ്രതയെ ഒന്ന് ശാന്തമാക്കാൻ, ബന്ധങ്ങളുടെ മാനുഷിക തലത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ള, ചില വിടുതൽ നൽകാനുള്ള, ചില പുൽകൾ നൽകാനുള്ള മാനസികമായ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ സൗമ്യതയും, ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ ആകർഷണവും, ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ സ്നേഹവും പരസ്പരം ഷെയർ ചെയ്യപ്പെടും എന്നുള്ള ആ സത്യം അതറിയുക. അതറിയാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അതിനുശേഷം അതിന് ഓരോ ദിവസവും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പുസ്തകത്തിൽ മനസ്സൊരു വിസ്മയത്തിൽ ബന്ധങ്ങളെ പറ്റിയിട്ട് തന്നെ നമ്മൾ 5 pillars ഓഫ് ലൈഫിൽ രണ്ടാമത്തെ കാര്യമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്താണ് നമ്മൾ ബന്ധങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശാരീരികമോ വൈകാരികമോ ആയ അടുപ്പമാണ് ബന്ധങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കുടുംബമോ സുഹൃത്തുക്കളോ പരിചയക്കാരോ എല്ലാ തരത്തിലുമാകാം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹവുമായി ശരിയായ ബന്ധം എന്ന് പറയുന്നത് അവന്റെ ജീവിതാവസ്ഥയുടെ അനിവാര്യതയാണ്. അപ്പോൾ ബന്ധങ്ങൾ നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. നമുക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്, സാഹചര്യ ബന്ധങ്ങളുണ്ട്, പ്രണയബന്ധങ്ങളുണ്ട്, സഹജീവി ബന്ധങ്ങളുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ അത്രമാത്രം പറഞ്ഞിട്ടാണ് ഞാൻ ആ പുസ്തകം അവിടെ അവസാനിപ്പിക്കുന്നത്. കാരണം ഒരു പുസ്തകത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് ദ റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ റിച്ചാർഡ് ടംബ്ലറുടെ 100 വഴികൾ, 100 നിയമങ്ങൾ, സ്നേഹത്തിന്റെ 100 നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. 100 റൂൾസ് ഓഫ് ലവ്. ഇത് എക്കാലത്തും നമ്മള് മനസ്സിൽ ഓരോ തരത്തിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും ലവിനെ പറ്റി പറയുന്നു. അതിൽ നമ്മൾ ഒരു പാരന്റിങ് എങ്ങനെയായിരിക്കണം, ഒരു സ്നേഹബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു ലവ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പരമപ്രധാനമായ ഒരു പോയിന്റ് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതും, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തവല്ല ഒരു കാര്യത്തെ ആദ്യം, ഇത് മറച്ചു നോക്കിയപ്പോൾ ആദ്യം കണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ട് പോകാം. ആ പോയിന്റ് ഇങ്ങനെയാണ്: റൂൾ നമ്പർ 12, ഡോണ്ട് സ്റ്റേ വിത്ത് സംവൺ ഹൂ ഡസൻ കെയർ. നിങ്ങളെ ശ്രദ്ധിക്കാത്ത, നിങ്ങൾക്ക് പരിഗണന നൽകാത്ത ഒരാളെയും നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നുള്ള ഒരു വളരെ പ്രധാനമായ ഒരു കാര്യം. ഇത് എന്തുകൊണ്ട് പ്രധാനം എന്ന് വെച്ചാൽ, യു വാണ്ട് എ പാർട്ട്ണർ ഹു മേക്ക് യു ഫീൽ സ്പെഷ്യൽ ബിക്കോസ് യു ആർ എ സ്പെഷ്യൽ. നിങ്ങൾക്ക് വേണ്ട ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളെ സ്പെഷ്യൽ ആയിട്ട് കാണുന്ന ഒരാളെ, സ്പെഷ്യലായിട്ട് കാണുകയും നിങ്ങളെ ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. ബിക്കോസ് നിങ്ങൾ സ്പെഷ്യലാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഈ വാക്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഒരാളോട് നിന്ന് സ്നേഹം വേണമെങ്കിൽ നമ്മൾ അയാൾക്ക് സ്നേഹം തന്നെ തിരിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് സ്നേഹം ലഭിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ഒരു കാര്യം നിങ്ങൾ വിശകലനം ചെയ്യുക. ഞാൻ ആരോടും ചോദ്യം ചോദിക്കുന്നില്ല. സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹമാണോ കുറ്റപ്പെടുത്തലുകളാണോ? നിങ്ങൾ നൽകുന്നത് പരാതികളാണോ
നിങ്ങൾ സ്നേഹസമ്പന്നമായ വാക്കുകളാണോ? നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് മാത്രമായിരിക്കും തിരിച്ചു കിട്ടുന്നത്. ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുപാട് മാറ്റമുണ്ടാവുന്നതായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് ആർക്കും ദാഹം മാറ്റാനാവില്ല എന്നുള്ള സത്യം. അതുപോലെ തന്നെയാണ് സ്നേഹവും. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹം കൊണ്ട് നിറക്കുമ്പോൾ എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നൽകാനോ അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാനോ സാധിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറേ പേർക്ക് സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ആ മാറ്റവും ഉണ്ടായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലില് വീണ്ടും നമ്മൾ എവിടെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നില്ലേ? സ്നേഹം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള അടുപ്പമല്ല എന്നും, സ്നേഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമല്ല എന്നും, രണ്ട് ശരീരമോ മനസ്സോ തമ്മിൽ അടുപ്പമല്ല, എന്നാലോ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള തിരിച്ചറിയലാണ് സ്നേഹം എന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് മുറിവേൽക്കുമ്പോൾ മറ്റേയാൾക്ക് വേദനിക്കുന്നു എന്നതാണ് യഥാർത്ഥ സ്നേഹം. അതായത് രണ്ട് മാനസിക ശാരീരിക ഊർജം പരസ്പരം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ അവസ്ഥയ്ക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലും ഇത് നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലും പ്രത്യക്ഷമായി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം വിശകലനം ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ അരമണിക്കൂർ നേരം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. നമുക്ക് എന്താണ് ബന്ധങ്ങളിലും മനസ്സിനെയും സുഖപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ഒരു വളരെ ലളിതമായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിച്ചു പോകാം. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ 100 പേരിൽ ആൾക്കാർ, അല്ലെങ്കിൽ എത്രയാണോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന അത്രയും ആൾക്കാരോട് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. ഞാനിപ്പോ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി, ഓരോരുത്തന്റെയും ജീവിതത്തിൽ സംഭവിക്കുകയും സംഭവിച്ചു കൊണ്ടിരിക്കുകയും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യത്തെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാരണം അവനവന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെ വേർതിരിക്കാൻ സാധിക്കുന്നത്. വേർതിരിക്കാൻ സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾ റേഷനറി വാങ്ങിക്കുന്നുണ്ടാവും. ആരോ പറഞ്ഞു റേഷനറിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റേഷനറി വാങ്ങിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കല്ലുണ്ട് 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 എന്ന് പറയുന്ന അവസ്ഥയാണോ വേണ്ടത്? റേഷനറി കയ്യിൽ കിട്ടിയതിന് ശേഷം കല്ലുകൾ വേർതിരിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ അത് അത്രയും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുക ഏറ്റവും പരമപ്രധാനമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ളതാണ്, വിശകലനത്തിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ മാറ്റേണ്ടത്, എവിടെയാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ബ്ലോക്കേജുകൾ ഉള്ളത്, എവിടെയാണ് ഞാൻ ഹീൽ ചെയ്യപ്പെടേണ്ടതെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങളേവരെയും ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം ഇത് തിരിച്ചറിയാത്തടത്തോളം കാലം നിങ്ങൾ മെഡിറ്റേഷനിൽ വരും, കണ്ണടച്ചിരിക്കും, ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കും, അതനുസരിച്ച് നിങ്ങളും വാക്കുകൾ പറയും. പക്ഷേ ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ് അല്ലെ? അപ്പോൾ നിങ്ങൾ ഒറ്റ ചോദ്യമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുള്ള ചോദ്യം. നിങ്ങൾ എല്ലാവരും ഇപ്പോ പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണോ ഇവിടെ ഇരിക്കുന്നത്? സ്വന്തം നെഞ്ചിൽ കൈവച്ചെന്ന് പറഞ്ഞേ. എല്ലാവരും പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണോ നിങ്ങൾ ഇരിക്കുന്നത്? അല്ലയോ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. സത്യസന്ധമായിരിക്കണം. യാതൊരു വെറുതെ ഇവിടെ വന്നിട്ട് മോട്ടിവേഷൻ കേട്ടിട്ട് പറയരുത്. സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ടി, എന്നോടല്ല, നിങ്ങൾക്ക്. ഞാൻ സാറ് ചോദിച്ച സാറ് നോ പറഞ്ഞ സാർ എന്ത് വിചാരിക്കും? അങ്ങനെ വേണ്ട. നിങ്ങളുടെ സത്യസന്ധത ഇവിടെ തൊടുമ്പോൾ ഇവിടെ ഇടിക്കുന്നുണ്ട്. ടക് 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 ടക്. എന്തിനാ ഇടിക്കണത്? അയ്യോ എന്നുണ്ട്. അപ്പോൾ ഇത് സത്യസന്ധമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അതിനുശേഷം മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കാര്യമുള്ളത് എന്നറിയുക. എല്ലാവരും ഒരു ഉത്തരം, ദൈവമേ ഞാൻ നിങ്ങളെ ഹാപ്പിനെസ് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്ത് കാര്യമാണല്ലേ എല്ലാവരും അല്ലേ? ഓക്കെ, സ്വാഭാവികമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് സമ്മാനിച്ചത്. ജീവിതം എന്ന് പറയുന്നത്
സായം സന്ധ്യകളോട് പോലും സായം സന്ധ്യകൾ കടന്നു പോകുന്നത് പോലെ ജീവിതത്തിലെല്ലാം കടന്നു പോകും. അവിടെ അതേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സായം സന്ധ്യയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മ്ലാനത വരാറുണ്ടോ ഇല്ലേ? എല്ലാ വീടുകളിലും ഒരു മ്ലാനത ഉണ്ടാവാറുണ്ടോ ഇല്ലേ? സന്ധ്യാസമയങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവും. പ്രകൃതിയെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനിയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ പ്രകൃതിക്ക് എതിരെ നടക്കുന്നവനാണെന്ന് മനസ്സിലാക്കും. പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ അതേ മനുഷ്യനെ നിങ്ങൾ കൊണ്ടുപോയി കടൽ തീരത്ത് നിർത്തിയിട്ട് ആ സായം സൂര്യനെ കാണാൻ നിർത്തി കഴിഞ്ഞാൽ, അവർ നേരിട്ട് അവനത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഓഹോ, അതേ കുങ്കുമം ഇങ്ങനെ വെള്ളത്തിലേക്ക് നീങ്ങുന്നു, അവനിങ്ങനെ നോക്കി 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 അവിടെ ഇരിക്കും. ഒരേ സാധനം, വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഇതും അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പോയി ഇരുന്ന് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. വളരെ വ്യത്യാസമായിരിക്കും അവസ്ഥ. ഇത് ജീവിതത്തിലേക്ക് കൂടി അപ്ലൈ ചെയ്താലോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മ്ലാനതകൾ ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കും, ഇത് എന്നും ഉച്ചയായിരുന്നെങ്കിൽ, എന്നും ഒരിക്കലും വൈകുന്നേരം ആയിരുന്നില്ലെങ്കിൽ എന്ന് വിശ്വസിക്കും. പക്ഷെ അവനവന്റെ ജീവിതത്തെ അടുത്ത് നിന്ന്, ചേർന്ന് നിന്ന്, ഞാനും എൻ്റെ ജീവിതവും ഒന്നാണ് എന്നുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ വിഷയം വരില്ല എന്ന് തിരിച്ചറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിഞ്ഞു എവിടെ എന്താണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് എസ് ഓർണോ പറഞ്ഞ എല്ലാവരും ജസ്റ്റ് പറഞ്ഞേ. നമ്മൾ എല്ലാവരും പുറമേ ചിരിക്കുന്നവരാണ്. ചിരിക്കാനാ പറഞ്ഞത്, ചിരിക്ക എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടും. ഇന്നത്തെ രസമുള്ള കാര്യമൊക്കെ സ്റ്റാറ്റസ് ഇടും. നല്ല വസ്ത്രങ്ങൾ ധരിക്കും, ഒക്കെ ചെയ്യും. നല്ല രാവിലെയും വൈകിട്ട് വരെ സന്തോഷത്തോടെ ഇങ്ങനെ മറ്റുള്ളവർ കാണേ സന്തോഷത്തോടു കൂടി നടക്കും. പക്ഷേ രാത്രിയിൽ ഒറ്റക്കാകുമ്പോൾ ആരും കാണാതെ തലയണയിൽ മുഖമർത്തി കരയുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? എത്രയോ രാത്രികൾ എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കാൻ ഏകമായുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആ തലയണ മാത്രമായിരിക്കുന്നു. എല്ലാ കണ്ണുനീരും ആരോടും പറയാതെ നിമിഷങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്ത് ആർക്കും കാണിക്കാതെ അതിൻ്റെ അകത്തലങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വറ്റി വരണ്ട ആ തലയണയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേരുടെ ജീവിതത്തിൽ അത് കൂട്ടായി മാറിയിട്ടുണ്ട്. എനിക്കറിയാം, ആരും ഇത് പുറത്ത് പറയാത്ത കാര്യമാണ്. കാരണം നമ്മൾ ശീലിച്ചത് ധൈര്യത്തോടെ ഇരിക്കണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കാനാണ്. കരയുന്നത് മോശമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കരയുന്ന കാണുമ്പോൾ എല്ലാവരും പറയും, കരയരുത് കരയരുത് കരയരുത്. എന്താണ് കാരണമെന്ന് അന്വേഷിക്കാനോ കാരണത്തിന് പരിഹാരം തരാനോ ആരാണ് ഉണ്ടായിട്ടുള്ളത്? ഇന്നേ വരെ ജീവിതത്തിൽ ആരാണ് അതിന് പരിഹാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? കരയുന്നത് മോശമാണെന്നാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യങ്ങളും നിരാശയും നമ്മളെ കാർന്നു തിന്നുന്നതിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞു തന്നില്ല. നമ്മ ഉറക്കമില്ലാത്ത രാത്രികളിൽ അതിന് പരിഹാരം എന്താണ്, എങ്ങനെയാണ് നമ്മൾ പരിഹാരം തേടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിത്തീർന്നാൽ ഇതിൽ നിന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് ആരും എവിടെയും പറഞ്ഞു തന്നില്ല. കരയാൻ പാടില്ല, നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല, നമ്മൾ സ്ത്രീകളാണ്, അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, ആരും മുമ്പിലും കരയാൻ പാടില്ല, പെണ്ണുങ്ങൾ വീട്ടിന്റെ അങ്ങനെ ഇങ്ങനെ, അതൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അറിയാത്തൊരു ഭാവത്തിലേക്ക് എത്തിക്കുന്നതോ സമൂഹം. നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ സമാധാനം നശിച്ച അവസ്ഥ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ വേദനകൾക്ക് ഒരു പരിഹാരമുണ്ട്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് അല്ല എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് പരിഹാരം സംജാതമാകുന്നത്. എല്ലാവരും ടൈപ്പ് ചെയ്യുമോ, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന്. ഇന്നു മുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നിൽക്കണം. കരഞ്ഞിട്ടുണ്ട്, സംഭവിച്ചു, ഇനിയും കരയാനില്ല, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള തീരുമാനം. അതിനാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി
ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. ഓരോ ആളും അവരവർക്ക് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കാനും, മറ്റുള്ളവര് കരയരുത് എന്ന് പറയാനല്ല, കരയാനുണ്ടായ കാരണത്തെ നമുക്ക് മാറ്റപ്പെടുത്തിയെടുക്കണം. കരച്ചിലും സന്തോഷം ഉണ്ടോ? ദുഃഖമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ സന്തോഷിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ ദുഃഖിക്കാനും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ ദുഃഖത്തിന്റെ കാരണത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ ആ ദുഃഖത്തെ കാരണത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടിക്കുന്ന പട്ടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പട്ടിയെ ഓടിക്കാനുള്ള ഒരു വടിയെങ്കിലും കരുതും, അല്ലെങ്കിൽ നിങ്ങൾ വഴിമാറി സഞ്ചരിക്കും. അപ്പോൾ അവിടെ ദുഃഖമില്ലായ്മയാവില്ലേ? ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇന്നു മുതൽ നിങ്ങൾ ഒറ്റക്കല്ല എന്ന തീരുമാനത്തിൽ, നിങ്ങൾ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, റിലേഷൻഷിപ്പ് മാസ്റ്ററി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോമിസ് നൽകുകയാണ്. പരിഹാരമില്ലാത്തൊരു വിഷയവും നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമായി കഴിഞ്ഞാൽ, എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കരയണോ ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പറയൂ, ആരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിരിക്കണോ കരയണോ എന്ന് പറയുന്നത്? തീരുമാനിക്കുന്നത് ആരായിരിക്കും ഇനി മുതൽ അങ്ങോട്ട്? യെസ്, ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ പറയൂ. ഓരോ ആൾക്കാരും, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിൽ ശില്പിയുമാണെന്ന് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. കാരണം ആ ബോധ്യമാണ് ഇനിയുള്ള നിങ്ങളുടെ യാത്രയെ തീരുമാനിക്കുന്നത്. ഇത്രയും കാലം നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിന്നുകൊടുത്തു നിങ്ങൾ. അല്ല, മറ്റുള്ളവരുടെ സന്തോഷമല്ല നിങ്ങളുടെ പ്രാധാന്യം. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അതിൽ പങ്കുചേരാൻ വരണം. നമ്മൾ തബലകളല്ല, നമ്മൾ അബലകളല്ല, നമ്മൾ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ബോധ്യമുണ്ടാകും. നമ്മൾ കുറെ കാലങ്ങളായി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതീകതയാണ് അതൊക്കെ അവിടെ എങ്ങനെയൊക്കെ മതി, സ്ത്രീയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയാണ് എന്നുള്ള ലേബലിൽ നമ്മളെ മറ്റുള്ളവർ കണ്ടെത്തി. അങ്ങനെയല്ല, അവരെന്ത് കാണുന്നു എന്നതില്ല, നമ്മൾ നമ്മളെ പറ്റിയിട്ട് എന്ത് ബോധ്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ബോധ്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇതൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ നിങ്ങൾ. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പണമില്ലാത്തതാണോ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? എത്ര പേർക്ക് പറയാൻ പറ്റും? പണമില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണമാണോ, ബന്ധങ്ങളാണോ, ബന്ധങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? അല്ല, പണമില്ലാത്ത പ്രശ്നങ്ങളാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? പണമില്ലാത്ത പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പണമില്ലാത്തത് കൊണ്ട് ഉണ്ടായ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അല്ലെ, പണവും ഒരു ഘടകം. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ബന്ധങ്ങളിലൂടെയാണ്. യെസ്, അതന്നെയാണ്. നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് ഓരോ മനുഷ്യനെയും മാറ്റപ്പെടുത്തി കൊണ്ടുപോകുന്നത്. നമ്മുടെ ബന്ധങ്ങളിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്തുകൊണ്ടാണ് ഇത്രയധികം, ഇപ്പൊ പറഞ്ഞതേ ചോദ്യം തന്നെ, എന്തുകൊണ്ടാണ് ഇത്രയധികം സ്നേഹിച്ചിട്ടും ബന്ധങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ നിങ്ങളെ മനസ്സിലാക്കാൻ ഇല്ലാതെ പോകുന്നത്? ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ അകറ്റി നിർത്തുന്നു, പ്രണയിച്ചവർ പരസ്പരം വഞ്ചിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കുന്നത് അത് മറ്റാളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന്. ആണോ? അങ്ങനെയാണോ സംഭവിക്കുന്നത്? മറ്റാളുടെ കുഴപ്പം കൊണ്ടാണോ ഈ ബന്ധങ്ങളിലൊക്കെ മുറിവേറ്റിട്ടുള്ളത്, വിട്ടുപോയിട്ടുള്ളത്? അല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം വിഷയങ്ങളുടെ അടിസ്ഥാനപരമായ സത്യം എന്ന് പറയുന്നത്, ഒരു മുറിവേറ്റ മനുഷ്യൻ മറ്റുള്ളവരെയും മുറിവേൽപ്പിക്കും എന്നുള്ള സത്യം തിരിച്ചറിയുക. ഹേർട്ട് പീപ്പിൾ
ഹേർട്ട് അതർ പീപ്പിൾ എന്ന് പറയും. വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രത്തിൽ നിന്നും ആർക്കും ദാഹമയറ്റാനാകില്ല. അപ്പോൾ നമ്മളെ ഒരാൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദന വേദന ഉൾക്കൊള്ളാനുള്ള ഒരു കാരണം നമ്മളിൽ അടിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് സ്നേഹം പിടിച്ചു വാങ്ങലാണ്. മനസ്സിലാക്കുക, സ്നേഹം എന്നത് പിടിച്ചു വെക്കുന്ന ഒരു സാധനമല്ല, അത് വിട്ടുകൊടുക്കലാണ് എന്നുള്ളത്. ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമം അറിയുക. നമ്മളെ വേണ്ട എന്ന് വെച്ച് പോയവരെ ഓർത്ത് കരയുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. നമ്മളെ വേണ്ട, അവർക്ക് നമ്മൾ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിറകെ അങ്ങ് തൂങ്ങി നിൽക്കും. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ അത് തന്നെയല്ലേ, എപ്പോഴും നമ്മൾ അവിടെ തൂങ്ങിക്കിടക്കും എന്നുള്ളത്. നമ്മുടെ പഴയ കാല മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് സംഭവിക്കരുത് എന്ന് കരുതി, അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ട് ഇനി സംഭവിക്കരുത് എന്ന് കരുതി വീണ്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, ആരോട്? എന്നോട് തന്നെ ഞാൻ കോംപ്രമൈസ് ചെയ്യും. എന്റെ മനസ്സ് പറയുന്നു, അയ്യോ അവരുമായിട്ട് നമുക്ക് ശരിയാവില്ല. പറയേ അല്ലല്ല, ഇതിപ്പോ എനിക്ക് പണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് വീണ്ടും ചെയ്യരുത് എന്ന് കരുതി നമ്മൾ വീണ്ടും കോംപ്രമൈസ് ചെയ്യും. പണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞ വാക്കുകൾ, നമ്മളെ അവഗണിച്ച അവഗണനകൾ, അപമാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ മുറിവേറ്റ മനുഷ്യൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും കേട്ട മുറിവുകൾ നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ആരോട് പെരുമാറിയാലും ആ മുറിവ്, നമ്മൾക്കേറ്റ മുറിവ് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യും. അറിയാതെ തന്നെ അത് സംഭവിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് പരത്തുന്ന ആ ഗന്ധമുണ്ടല്ലോ, ആ മാലിന്യത്തിന്റെ ഗന്ധം, അത് ആണ് മറ്റുള്ളവർ നമ്മളിലേക്ക് തിരിച്ചടിക്കാനുള്ള കാരണമെന്ന് തിരിച്ചറിയുക. ഇതാണ് യഥാർത്ഥത്തിൽ വിഷയം. നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അപമാനങ്ങളും അവഗണനകളും കുത്തുവാക്കുകളും ഒക്കെ നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങളായി കാലങ്ങളോളം കൊണ്ട് നടക്കുന്ന നമുക്ക് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരാളെ സ്നേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? കാരണം നമ്മളിലുള്ളത് മാലിന്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലാണ്, ആ കഥ തന്നെ എടുക്കുക. ഒരു പാത്രത്തിൽ ഓൾറെഡി മലിനമായ വെള്ളമാണ് ഉള്ളതെങ്കിൽ ആ വെള്ളത്തിലേക്ക് എത്ര തന്നെ നല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഈ മലിനജലം ശുദ്ധജലമാകുന്നില്ല എന്ന്. അപ്പോൾ ഈ മലിനജലത്തെ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ മാത്രമേ അവിടെ ശുദ്ധജലം സംഭവിക്കുകയുള്ളൂ എന്നുള്ള തത്വമറി ജേർണി ടു ഹാപ്പിനെസ്, റിമൂവ് ഇംപ്യൂരിറ്റീസ്. അല്ലേ? നമുക്ക് എത്ര 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 മാലിന്യങ്ങൾ നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും ഉണ്ട്. നേരത്തെ ഞാൻ കയറി വരുമ്പോ കേട്ടു, ഒരാൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതാണ്, മകനോടോ മകളോടോ സംസാരിക്കുന്നതാണ്, ആ വാക്കിന്റെ കാഠിന്യം നോർമലായിട്ടുള്ള സംസാരമാണ്, അവിടെ ഒരു തരത്തിലുള്ള വിഷയങ്ങളുമില്ല. പക്ഷേ അതിന്റെ ആ വാക്കിന്റെ ഷാർപ്നെസ്, ആ വാക്കിന്റെ ആ ഡെപ്ത് കേട്ടാൽ തന്നെ ആ കുടുംബത്തിന്റെ അന്തഃച്ചിത്തത്തെ ഒറ്റയടിക്ക് നമുക്ക് കാണിക്കാൻ പറ്റും. അറിയാതെ പറഞ്ഞു പോകുന്ന, അറിയാതെ പ്രാക്ടീസ് ചെയ്തു പോകുന്ന, ശാന്തതയില്ലാത്ത, സമാധാനമില്ലാത്ത, മുറിവേറ്റ വാക്കുകൾ മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതിന് പറയും സോ ടീത്ത് വേർഡ്സ് എന്ന് പറയും. എങ്ങനെ കൊണ്ടാലും അത് മുറിയും. അല്ലെങ്കിൽ ഇരുതല മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്ന വാക്കാണ്. നമ്മൾ നല്ലതായി പറഞ്ഞാലും ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ ഇത് മുറിവായി മാറും. തിരിച്ചിങ്ങോട്ട് അത് നൽകിയാൽ നമുക്ക് മുറിവായി മാറും. ഈ വാക്കുകളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കണമെന്ന് പറയും. അപ്പോൾ അത് കാലങ്ങളായി നമ്മൾ കൊണ്ടുവച്ച മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാത്തിടത്തോളം കാലം നമുക്കൊരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കരുതിയാൽ പോലും അവരുടെ സ്നേഹം സ്വീകരിക്കാനോ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മറുപടി പറയും. ഒന്ന് നോക്കട്ടെ, ഇപ്പോ നിങ്ങളോട് ചോദിക്കുന്നു,
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തി ആരാണ്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവരും ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തി. എന്റെ പേരാരൊക്കെ എഴുതുമോ? ദൈവമേ, പറയാൻ പറ്റില്ലല്ലേ. ഇത്രയൊക്കെ പറഞ്ഞു തരുമ്പോ എന്റെ പേര് എഴുതുന്നവരാരുണ്ടല്ലോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തി. സാറിന് ക്ലാസ് വന്നു. യെസ്, പറട്ടെ. ആരോട് ഇതൊക്കെ ഇപ്പൊ പറയും? ആരോടും ദേഷ്യമില്ല എന്നൊക്കെ. ഇതൊക്കെ ഇപ്പൊ പറയും, ആരോടും ദേഷ്യമില്ല എന്നൊക്കെ. യെസ് 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 യെസ്. അതാണ് നിങ്ങൾ എപ്പോഴും എന്നെ വിസ്മരിപ്പിക്കുന്നവർ. ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരിക്കുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പറയും. അവനവനോട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദേഷ്യമുള്ളത്. നമ്മൾ ദേഷ്യപ്പെടുന്ന ആരോടാണ്? നമ്മുടെ പങ്കാളിയോടല്ല, നമ്മുടെ മക്കളോടല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ മകൻ ഞാൻ പറഞ്ഞത് എന്റെ മകനോ ഭർത്താവോ അല്ലെ ഭാര്യ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ഈ നശിച്ച ജന്മം ഇവരെടുത്തൊന്ന് പോയാൽ മതിയായിരുന്നു, അല്ലേ? അവര് നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല, പക്ഷെ നമ്മൾ ശപിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ശപിക്കുന്നില്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ദേഷ്യം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പങ്കാളിയോടോ, നമ്മുടെ മക്കളോടോ, നമ്മുടെ സുഹൃത്തിനോടോ, നമ്മുടെ ബന്ധുവിനോടോ അല്ല, യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ച സങ്കടങ്ങളോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. നമ്മുടെ എല്ലാ ദേഷ്യവും നമ്മുടെ സങ്കടങ്ങളിലോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അവസാനമായി മനസ്സ് തുറന്ന് ചിരിച്ച ഒരു സന്ദർഭം. ഹാപ്പിനെസ് മാസ്റ്റർ വന്നതിന് ശേഷം നിങ്ങൾ ചിരി തുടങ്ങിയിട്ടുണ്ടാവും. അതിന് മുമ്പേ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ അവസാനമായി ഒന്ന് മനസ്സറിഞ്ഞ് കൂട്ട ചിരിച്ച സമയം. അവസാനമായി ഒരു ഭാരവുമില്ലാതെ ഉറങ്ങിയ ദിവസം. എല്ലാം ഒഴിഞ്ഞ സമാധാനം, ജീവിതം സ്വസ്ഥമായി എന്ന് പറഞ്ഞു ഉറങ്ങിയ ദിവസം ഇല്ലല്ലേ? കൃത്യമായില്ല. നമ്മളെ വീട്ടിലൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരു പ്രാവശ്യവും 6 മാസത്തിൽ ഒരു പ്രാവശ്യവും ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമൊക്കെ കൃത്യമായ സർവീസ് ചെയ്യുന്നുണ്ട്, അല്ലെ? എല്ലാവരും കാറ് 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ 50 ലക്ഷത്തിനോ മേടിച്ച കാറുകൾ കൃത്യമായി കാശ് കൊടുത്ത് തന്നെ സർവീസ് ചെയ്യിപ്പിക്കുന്നത്. ഫ്രീ സർവീസ് കൊടുക്കും. അത് കഴിഞ്ഞ് കാശ് കൊടുത്തിട്ട് സർവീസ് ചെയ്യിപ്പിക്കുന്നു. 2, 3, 4, 5 വർഷങ്ങൾ സർവീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജനിച്ചത് മുതൽ ഇന്ന് വരെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന് എപ്പോഴാണ് നിങ്ങൾ ഒരു സർവീസിങ് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വിശ്രമമുള്ളത്? എല്ലാ വണ്ടികളും ഓടിക്കഴിഞ്ഞാൽ ഒരു 100, 200, 500 കിലോമീറ്റർ അടിച്ചാൽ ഒന്ന് ഓഫ് ചെയ്ത് കംപ്ലീറ്റ് കുറച്ചു നേരത്തേക്ക് വെക്കും, സമാധാനത്തിൽ വെക്കും, അല്ലേ? കുറേ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴാണ് നിങ്ങൾ സമാധാനത്തിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടുള്ളത്? ഉണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ എപ്പോഴാണ്, മനസ്സിനെ എപ്പോഴാണ് ഒന്ന് ഓഫാക്കി വെച്ചിട്ടുള്ളത്? ഒരു നേരം ഉറങ്ങുമ്പോൾ നമ്മൾ അറിയാതെയും ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യം വരുന്നത് എന്ന് തിരിച്ചറിയുക. കാരണം സർവീസ് ഇല്ലാതിരിക്കുമ്പോൾ ഇടക്കിടക്ക് അവിടെ ഇവിടെയൊക്കെ പൊട്ടൽ ചിറ്റലുകൾ സംഭവിക്കും, ജീവിതം മടുത്തു പോകും എന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ശരിയാകുമെന്നാണ്, അല്ലേ? എല്ലാം ശരിയാകുമെന്ന് ചിന്തിച്ച് നടക്കുന്നു. എല്ലാവരോടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, വെറുതെ ഇരുന്നാൽ ഒന്നും ശരിയാകില്ല. കയ്യിൽ ഒരു മുറിവുണ്ടായാൽ നമ്മൾ മരുന്ന് വെക്കുന്നുവെങ്കിൽ അതുപോലെ മനസ്സിനൊരു മരുന്ന് വേണം തന്നെ. ആ മരുന്ന് നമ്മൾ നൽകുക തന്നെ വേണം. അതാണ് ഹീലിംഗ് എന്ന് പറയുന്ന സാധനം. അതിനേക്കാളും വലിയൊരു മരുന്ന് മനസ്സിന് കൊടുക്കാൻ പറ്റില്ല. മനസ്സിനെ ഹീൽ ചെയ്യുക തന്നെ വേണം. കിലോമീറ്ററുകൾ ഓടിയ വണ്ടി നിങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഓയിലും ഗ്രീസും ഒക്കെ കൊടുത്തിട്ട് അതിന് കൃത്യമായി കൊണ്ടുപോകുന്നുവെങ്കിൽ മനസ്സിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നൽകാത്തത്? ഇന്നിപ്പോ ഈ ക്ലാസ്സിന് ഇത്ര ആൾക്കാർ, അല്ലെ? എത്ര ആൾക്കാരിൽ എത്ര പേരാ അവിടെ എത്തിയിട്ടുള്ളത്? എല്ലാവർക്കും മനസ്സില്ലാത്തവരാണോ? ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി അറിയാത്തവരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതുമാണ്. ഞാനിത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോ വാക്കുകളും ഞാൻ പറയുമ്പോഴും ഞാനും എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ എല്ലാ സമയത്തും സെൽഫ് ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കൂ. വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക്
കുറെ സ്ട്രോങ് ആയിട്ടൊക്കെ പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്. കാരണം ഓരോ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി അത് ആവശ്യമായിരിക്കും. പക്ഷേ അവിടെ ഈ ഒരു ഹേർട്ട് എന്ന് പറയുന്ന സാധനം വെക്കാതെ മനസ്സ് ശുദ്ധമായി കൊണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റണം. ഇവിടെയാണ് ഈ ക്ലാസിന്റെ പ്രസക്തി ഉള്ളത്. പലരും ചോദിക്കുന്നുണ്ട്, കണ്ണടച്ചിരുന്നാൽ പ്രശ്നം തീരുമോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹീൽ ചെയ്ത് കണ്ണടച്ച് മനസ്സിനെ സമാധാനപ്പെടുത്തിയിരുത്ത പ്രശ്നം തീരുമോ? തീർച്ചയായും തീർച്ചയായും തീരും. നിങ്ങൾ കണ്ണടച്ച് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പരിഹാരം. അത് എന്ത് തന്നെ വിഷയങ്ങളായി കഴിഞ്ഞാലും പരിഹാരമുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാരണം വളരെ ലളിതമാണ്. പുറം ലോകം മാറണമെങ്കിൽ നമ്മുടെ അകം ലോകം മാറുക തന്നെ വേണം. നമ്മുടെ അകം ലോകം എപ്പോൾ മാറുന്നുവോ അപ്പോൾ മാത്രമേ നമ്മുടെ പുറം ലോകം മാറുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതാണ് യാഥാർത്ഥ്യം എന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത് മൈൻഡ് പ്രോഗ്രാമിംഗ്, മനസ്സിനെ പാകപ്പെടുത്തുക. ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, ജേർണി ടു ഹാപ്പിനെസ്, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ താക്കോലുകൾ, മാസ്റ്റർ യുവർ മൈൻഡ് മാസ്റ്റർ മൈ ലൈഫ്, മാസ്റ്റർ യുവർ മൈൻഡ് മാസ്റ്റർ മൈ ലൈഫ്. ഇതെല്ലാം മൈൻഡ് പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക തന്നെ വേണം. ജീവിതത്തിൽ അനർഹമായ അല്ലെങ്കിൽ നിർഗളമായ ഒരു യാത്ര ആവശ്യമാണെങ്കിൽ മനസ്സിനെ നിർബാധം ഒഴുകാൻ വിടണം. വളരെ നല്ല സ്മൂത്തായ ഒരു തടസ്സവുമില്ലാത്ത ഒരു പുഴ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അപ്രകാരം സഞ്ചരിക്കാൻ സാധിക്കണം. ആ യാത്രയിൽ പുഴകളിൽ ചിലപ്പോ കല്ലുകളും മണ്ണുകളും ഒക്കെ ചാട്ടങ്ങളും ഒക്കെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ആ സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു നദി എപ്രകാരമോ അപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴുകാം. ചാട്ടം ഉണ്ടാവട്ടെ, ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു നദിയിൽ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം സ്വസ്ഥമാണ്, ശാന്തമായി ഒഴുകും, കുറേ ഒഴുകും. അവിടെ ഇവിടെ കല്ലിന് പോയി ഇടിക്കും, തട്ടും ഒക്കെ ചെയ്യും, അവിടെ നിന്നും ശാന്തമായി ഒഴുകും. ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. സായം സന്ധ്യകൾ ഉണ്ടാവും, പക്ഷെ ഓരോ സായം സന്ധ്യക്കും നല്ലൊരു സ്വച്ഛമായിട്ടുള്ള ഒരു രാത്രി ഉണ്ടാകും. ആ രാത്രിയിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നമുക്ക് കണ്ണടച്ചുറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വെളുക്കുക തന്നെ ചെയ്യും. വീണ്ടും സൂര്യൻ ഉദിക്കും, ജീവിതം വീണ്ടും പുഷ്പിതമായി മാറും. വീണ്ടും നമ്മൾ ഇതിലേക്ക് പോകും. യാത്ര എങ്ങനെ? അപ്പൊ ഓരോ ദിവസത്തെ യാത്രയിലും ഇതെല്ലാം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കുക. പഴയ വിഷമങ്ങളിൽ നിന്നും ആ വിഷമങ്ങളെയൊക്കെ കഴുകി വൃത്തിയാക്കി സ്വസ്ഥമായി സ്വച്ഛന്തമായ മനസ്സുണ്ടാക്കി വെക്കുക. നിങ്ങൾ എപ്പോഴാണോ ഉള്ളിൽ നിന്നും ശാന്തനാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളൊന്നും യാഥാർത്ഥ അത്ഭുതങ്ങളല്ല എന്ന് പറയും. മറ്റെല്ലാം സർപ്രൈസുകളായി മാറും. മിറാക്കിളുകളല്ല, സർപ്രൈസുകളായി മാറും. നിങ്ങൾ ഓരോരോ ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മിറാക്കിളുകളല്ല, സർപ്രൈസുകളാണ്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ മാന്ത്രികമായിട്ടുള്ള ഒരു മാജിക് അവസ്ഥയാണ്. അത് സംഭവിക്കണമെങ്കിൽ മനസ്സ് സ്വസ്ഥമാകണം, അകം ശുദ്ധമാകണം, ശാന്തമാകണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവന്റെയൊക്കെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളിലൂടെ, എനിക്കറിയില്ല, ഞാൻ തന്നെ ഇങ്ങനെ പറയും, ഇതെന്താണ് സംഭവിക്കുന്നത് അറിയില്ല, അത്ഭുതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിങ്ങളെ തേടി വരും. എവിടെയാണോ ഏത് പുഷ്പത്തിലാണോ തേനുള്ളത് ആ പുഷ്പത്തിലേക്ക് വണ്ടുകൾ വന്ന് ചേരുക തന്നെ ചെയ്യും. ഒരു പുഷ്പവും ഇന്നേ വരെ വണ്ടുകളെ തേടിപ്പോയിട്ടില്ല. നിങ്ങളാകുന്ന പുഷ്പം വണ്ടുകളെ തേടി എന്തിനായിരുന്നു പോയത്? ഇത്രയും കാലം നിങ്ങളിൽ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ ഉത്തരം, നിങ്ങളിലുള്ള തേനിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. നിങ്ങളാകുന്ന പുഷ്പത്തിലുള്ള തേനിനെ
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് വണ്ടിനെ തേടി പോകേണ്ടി വന്നു, അല്ലെങ്കിൽ വണ്ടിന്റെ ഓരോ ആഘാതവും നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൊള്ളേണ്ടി വന്നു. നമ്മളാകുന്ന പുഷ്പത്തിൽ തേനുണ്ടായാൽ എല്ലാ വണ്ടുകളും അതിനകത്ത് കൃത്യമായി ചുറ്റുപെട്ടു വന്നിരിക്കുമെന്ന സത്യം മനസ്സിലാക്കുന്നത് പോലെ നമ്മളെ വെറുത്തവരുടെ പിറകെ പോവുകയല്ല വേണ്ടത്, അവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തേൻ നമ്മളിൽ നിറക്കുക. സ്നേഹമാകുന്ന തേൻ നമ്മളിൽ നിറച്ചാൽ അതിനെ തേടി അവന് വരാതിരിക്കാൻ പറ്റുകയില്ല. അവിടെയാണ് നമ്മുടെ വൈബ്രേഷൻ വീണ്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ വൈബ്രേഷനുകളെ മാറ്റപ്പെടുത്തിയാൽ നമ്മളെ വെറുത്തവർ പോലും നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. നമ്മുടെ മുഖത്ത് സന്തോഷം മാത്രം നിറഞ്ഞിരുന്നാൽ ദേഷ്യമുള്ള ഓരോ ആളും നമ്മുടെ മുന്നിലെത്തുമ്പോൾ അവരിങ്ങനെ ഉരുകിയില്ലാതാകുന്ന കാണാൻ പറ്റും. ഒറ്റ കാര്യം കൂടി ചോദിച്ചു പോവാം. നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുക. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, ദേഷ്യപ്പെട്ട ഒരാളുമായിട്ട്, സദാ ദേഷ്യവും സങ്കടവും കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ? സദാ ദേഷ്യവും സങ്കടവും കൊണ്ട് നടക്കുന്ന, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളുമായിട്ട് കൂട്ടുകൂടാൻ നിങ്ങളിൽ എത്ര പേര് സന്നദ്ധരാണ്? ഉത്തരം പറയട്ടെ. നിങ്ങൾ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിൽ അതുണ്ടായാൽ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? നമ്മളിൽ അതുണ്ടായി നമ്മളെ വാക്കുകൾക്ക് ശാന്തതയില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ശാന്തതയില്ല, നമ്മൾ ചെയ്യുന്ന ചിട്ടകൾക്ക് ഒരു അടുക്കവുമില്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ഒരു അടുക്കവും ചിട്ടയും ശാന്തതയും ഇല്ലെങ്കിൽ നിങ്ങളോട് പെരുമാറാൻ വരുന്നവരിൽ അതല്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ മുഖത്ത് നമുക്ക് ദേഷ്യമുള്ള ഒരു മുഖം ഇഷ്ടമില്ല എങ്കിൽ, നമുക്ക് സങ്കടമുള്ള ഒരു മുഖം ഇഷ്ടമില്ല എങ്കിൽ, നമുക്ക് ശാന്തമായ പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് ഇഷ്ടമുള്ളതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കുണ്ടാവണം. നമ്മൾക്കതുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും അത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഓരോ ആളുടെയും മുഖത്ത് ആ പുഞ്ചിരി നിങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ആദ്യം പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി മാറണം. എവിടെയാണ് പുഞ്ചിരിക്കുക? എവിടെയാണ് പുഞ്ചിരിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്ന കാരണമെന്ന് നിങ്ങളൊന്ന് ഇന്നത്തെ ദിവസം ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല? വൈ ആം നോട്ട് ഏബിൾ ടു സ്മൈൽ? എനിക്ക് ഭക്ഷണമില്ലേ? എനിക്ക് ശ്വാസോച്ഛ്വാസം കഴിക്കുന്നില്ലേ? എനിക്ക് പാർപ്പിടമില്ലേ? എന്തുകൊണ്ട് എനിക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? വൈ 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 ആ വൈയിൽ നിന്ന് വേണം. ഒരാളല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ ചിരിപ്പിക്കാൻ, ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണം ചോദിക്കും. നിങ്ങൾ ചിരിക്കുന്നില്ല, നിങ്ങൾ ചിരിക്കാത്ത ഒരാളാണെന്ന് കരുതി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ആ ഫ്രണ്ട് ചിരിക്കാത്ത ഫ്രണ്ടാണ്, നിങ്ങൾക്ക് അയാളെ ചിരിപ്പിക്കണം. നിങ്ങൾ ഇക്കിളി കൂട്ടി ചിരിപ്പിക്കുവോ, അല്ലെങ്കിൽ അയാൾക്ക് സമാധാനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് ചിരിപ്പിക്കും? എന്താ നിങ്ങൾ ചെയ്യുക? ഇക്കിളി കൂട്ടിയാൽ നമുക്ക് എല്ലാവരും ചിരിപ്പിക്കാം, തൽക്കാലത്ത് ചിരിപ്പിക്കാൻ പറ്റും. പക്ഷെ അതൊരു പെർമനന്റ് ചിരി ആയിരിക്കുമോ? അല്ല, അയാൾ തന്നെ സ്വയം ചിരിക്കാനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇത് മനസ്സിലാക്കുക. ഇക്കിളി കൂട്ടി ചിരിപ്പിക്കുകയല്ല നമുക്ക് വേണ്ടത്. ശാന്തമായ ഒരു മനസ്സുണ്ടാക്കി സ്വയം പുഞ്ചിരിയിലേക്ക്, സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മൾക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. 4 കാര്യങ്ങൾ വളരെ കൃത്യമായി പറയാം. നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ട 4 കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ആ പഴയ ചിന്തകൾ എന്താണ് എന്ന് തിരിച്ചറിയുക. അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന ചിന്തകൾ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന്. ആ ചിന്തകളെ ഇറക്കി വെക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ, സ്നേഹം നിറക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ലഭിച്ചാൽ നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുമെന്ന് കൃത്യമായി. ഇതൊക്കെ ശരിക്കും നമ്മുടെ വിഷൻ ബോർഡ് പോലുള്ള ഗോൾ സെറ്റിംഗ്സ് പോലുള്ള ക്ലാസ്സിൽ സെറ്റ് ചെയ്യേണ്ട ഗോളുകളാണ്. ഞാനൊക്കെ
ഞാൻ ഇതൊക്കെ എഴുതിയ കാലത്ത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഇതൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണ്. എന്താണ് എനിക്ക് സന്തോഷത്തിന് വേണ്ടത്? ഞാൻ ഓരോ കാര്യങ്ങളും ഇവിടെ സ്നേഹത്തെ ഇതിനെ പറ്റി മാത്രം എഴുതിയിട്ടുണ്ട് ഞാൻ കുറേ ഇവിടെ. അത് ബന്ധങ്ങളെ പറ്റിയല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് സന്തോഷം, എനിക്ക് സ്നേഹം, സ്നേഹം എല്ലാവരിൽ നിന്നും ലഭിക്കാനായിട്ട്, സ്നേഹം സന്തോഷം ലഭിക്കാനായിട്ട് ഞാൻ എന്ത് അനുവർത്തിക്കണം? എന്റെ സഹജീവികളെ എല്ലാത്തിനോടും അതിൻ്റെതായ ഭാവത്തിൽ അതിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു. സൗമ്യമായി പെരുമാറാൻ ഞാൻ ശീലിക്കുന്നു. വിനയത്തോടുകൂടി പെരുമാറാൻ ഞാൻ ശീലിക്കുന്നു. ഞാൻ എനർജൈസ്ഡും എൻതൂസിയാസ്റ്റിക്കുമായി മാറുന്നു. 2020 എഴുതിയ കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നു കേട്ടോ. കണ്ടറിഞ്ഞ് പെരുമാറാൻ ഞാൻ ശീലിക്കുന്നു. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഞാൻ ശീലിക്കുന്നു. പോസിറ്റീവായി മാറുന്നു. പുഞ്ചിരി സമ്മാനിക്കുന്നു ഞാൻ. ഇതൊക്കെ അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇത്തരം പുഞ്ചിരികളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനുകമ്പയോടെയും ദയയോടെയും ഉള്ളവനായി മാറുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം ഞാൻ കൈത്താങ്ങ് നൽകുന്നു. ആളറിഞ്ഞ് പെരുമാറാൻ ശീലിക്കുന്നു. ബി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പേഴ്സൺ, എപ്പോഴും നന്ദിയുള്ളവനായി മാറുന്നു. ബി ആൻഡ് മോട്ടിവേറ്റഡ് പേഴ്സൺ, ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്നു. ഇത് ഞാൻ എഴുതിയാണ്. പ്രണയബന്ധങ്ങളെ പറ്റിയിട്ട് ഞാൻ എഴുതിയത്. എന്റെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെയും ചെടികളെയും ഞാൻ നന്നായി പരിപാലിക്കുന്നത് പോലെ തന്നെ എന്റെ പ്രണയങ്ങളെയും എന്റെ ബന്ധങ്ങളെയും ഞാൻ ഇതുപോലെ പരിപാലിക്കുന്നു. എന്റെ കൃഷിയിടങ്ങളിൽ അഭിവൃദ്ധി എപ്രകാരം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപ്രകാരം എന്റെ ചുറ്റുമുള്ളവരിലും അഭിവൃദ്ധി ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളെല്ലാം പൂക്കളെ പ്രണയിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പ്രകൃതിയെയും ചുറ്റുവട്ടത്തെയും പ്രണയിക്കുന്നു. ഇതൊക്കെ ആ സമയത്ത് എഴുതി വെച്ച് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ മാറ്റപ്പെടുത്തിയെടുക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി 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 മാറ്റപ്പെടുത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ഭാരങ്ങളാണ് നമ്മളുടെ മാറ്റേണ്ടത് എന്ന് ഇതുപോലെ എഴുതണം. അപ്പോൾ ഇത് കൃത്യമായി ഒരു മാജിക് ആയിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. നിങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറക്കുന്നത് നമ്മൾ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പഴയ ബന്ധങ്ങളെയും വേദനകളെയും മാപ്പാക്കാൻ നമുക്ക് ശീലിച്ചാൽ മാത്രമാണ് പുതിയൊരു ജീവിതം തുടങ്ങാൻ നമുക്ക് പരിശീലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങളെ സംബന്ധിച്ചൊരു തുടക്കമാണ്. ഈ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോഴും കാണാം, എപ്പോഴും കിട്ടും. അത് ശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബന്ധങ്ങളെ ഊഷ്മളമാക്കുക. എപ്പോഴും നമ്മുടെ ജീവിതം, ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. വളരെ ചെറിയ ജീവിതമേ നമുക്കുള്ളൂ. അത് കരഞ്ഞ് കരഞ്ഞ് തീർക്കാനുള്ളതല്ല. നാളെ ആകട്ടെ എന്ന് കരുതി മാറ്റിവെക്കാനുമുള്ളതല്ല. നമ്മുടെ സമാധാനം നിലനിർത്താനും അവിടെ ഓരോ ബന്ധങ്ങളെയും മനോഹരമാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്താനും പഠിക്കുക, ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ കുടുംബത്തിനും വേണ്ടി, ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് ഓരോ ദിവസവും ഒരു മാറ്റത്തിന് തയ്യാറായാൽ മാത്രം മതി. ഈ ക്ലാസ്സിലേക്ക് വന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരു പഴയ ആളായിരിക്കില്ല, ഇപ്പോൾ നിങ്ങൾ വന്ന രീതിയിലായിരിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. മനസ്സിൽ നിന്ന് നിങ്ങൾ എന്തോ ഒരു ഭാരം ഇറക്കി വെക്കാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിൽ നാളെ ചെയ്യാം. ഇന്ന് നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. സ്നേഹബന്ധത്തിൽ എവിടെയൊക്കെയാണ് എനിക്ക് വിള്ളൽ പറ്റിയത്, എന്താണ് സംഭവിക്കേണ്ടതെന്ന് കൃത്യമായി വിശകലനം ചെയ്യുക. ഓരോരുത്തരും ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ സാധിക്കും. ഓരോന്നും മാറ്റപ്പെടുത്തണം, ഓരോ പ്രവൃത്തികളും മാറ്റപ്പെടുത്തണം. എന്ത് ഞാൻ പറയുന്നു എന്നുള്ള ബോധം എനിക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മൾ എന്ത് മറ്റുള്ളവൻ കേൾക്കുന്നു എന്ന ബോധം കൂടി ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം, എന്ത് ഞാൻ പറയുന്നു എന്ന ബോധം എനിക്കുണ്ടാകുമ്പോൾ
അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവൻ എന്ത് കേൾക്കുന്നു എന്ന ബോധം കൂടി നമുക്കുണ്ടാകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കുന്നവൻ കളകളാന്ന് കേട്ടുകൊണ്ടിരിക്കും, മറുപടി പളപളാന്നായിരിക്കും. ഇത്രയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഓരോ ആൾക്ക് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരാളെ നേടുന്നതല്ല വിജയം, മറിച്ച് നമ്മളെ തന്നെ തിരിച്ചു പിടിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്നറിയുക. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കണ്ടെത്തി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് സത്യം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താനായിട്ട് നമ്മൾ അതിനുവേണ്ടി അലൈൻ ആവാത്തിടത്തോളം കാലം നമുക്കത് സാധിക്കില്ല എന്നുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിന്റെ കൂടെ നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നാളെ രാത്രി നമുക്ക് എല്ലാവർക്കും വരുന്ന മെഡിറ്റേഷൻ ആരംഭിക്കാം. ആ ടെക്നിക്, സോൾ ബ്രിഡ്ജ് ടെക്നിക്കിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തിയെടുക്കാം. നമ്മൾക്ക് എവിടെയാണോ യഥാർത്ഥത്തിൽ സ്നേഹം അനുഭവിക്കേണ്ടത്, അത് നമ്മളിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഓരോ ആൾക്കും മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥ സ്നേഹം നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മുടെ അകത്താണ്. നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മളിലാണ്. നമ്മൾ മാറ്റം ഉണ്ടാകുമ്പോൾ പുറമേ ഉള്ളതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ള തത്വത്തിൽ സെൽഫ് ഹീലിംഗ് ടെക്നിക്ക്, അത് നിങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ബന്ധങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥയെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് നമ്മളെ പാകപ്പെടുത്തി എടുത്തേ മതിയാകുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ക്ലാസ് നാളെ നടക്കുന്ന മെഡിറ്റേഷനിലേക്ക്, സോൾ ബ്രിഡ്ജ് ടെക്നിക്കിലേക്ക് നിങ്ങൾ ഏവരും ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അഡ്മിനെ വിളിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എല്ലാവരെയും നമുക്ക് അതിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.